രാജ്യം ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന PSLV-C61 വിക്ഷേപണം പരാജയപ്പെട്ടു. ഭൗമനിരീക്ഷണ ഉപഗ്രഹമായ EOS-09 ഭ്രമണപഥത്തിൽ എത്തിക്കാൻ സാധിച്ചില്ല. വിക്ഷേപണത്തിന്റെ മൂന്നാം ഘട്ടത്തിൽ ഉണ്ടായ അപ്രതീക്ഷിത സാങ്കേതിക പ്രശ്നങ്ങളാണ് ദൗത്യം വിജയിക്കാതിരുന്നതിന് കാരണം. ദൗത്യം ലക്ഷ്യം കാണാത്തതായി ISRO ചെയർമാൻ ഡോക്ടർ V. നാരായണൻ അറിയിച്ചു. ISROയുടെ 101ാമത് വിക്ഷേപണവും PSLV റോക്കറ്റിന്റെ 61ാമത് ദൗത്യവുമായിരുന്നു ഇത്. അപൂർവമായിട്ട് മാത്രമാണ് PSLV ദൗത്യം പരാജയപ്പെടുന്നത്. എല്ലാ കാലാവസ്ഥയിലും ഉയർന്ന റെസൊല്യൂഷനോടെ ഭൂമിയുടെ ചിത്രങ്ങൾ പകർത്തുക, കൃഷി, ദുരന്ത നിവാരണം, ദേശീയ സുരക്ഷ തുടങ്ങിയ മേഖലകളിൽ ഉപയോഗിക്കുന്നതിന് തുടർച്ചയായ റിമോട്ട് സെൻസിംഗ് ഡാറ്റ ലഭ്യമാക്കുക, അതിർത്തികളിൽ നിരീക്ഷണം എന്നിവ സംബന്ധിച്ച വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി സജ്ജമാക്കിയിരുന്ന ഉപഗ്രഹമായിരുന്നു ഇത്. PSLV റോക്കറ്റിന്റെ 22 മണിക്കൂർ കൗണ്ട് ഡൗൺ മെയ് 17 രാവിലെ 7:59 ആരംഭിച്ചിരുന്നു. ISROയുടെ വിശ്വസനീയമായ വിക്ഷേപണ വാഹനമായ PSLV-100-ലധികം വിജയകരമായ മിഷനുകൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. EOS-09 2022 വിക്ഷേപിച്ച EOS-04 തുടർച്ചയായ ഉപഗ്രഹമാണ്. റിസാറ്റ്-1 പൈതൃകത്തെ അടിസ്ഥാനമാക്കി രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് കൂടിയാണ് ഇത്. EOS C-ബാൻഡ് സിന്തറ്റിക് അപ്പർച്ചർ റഡാർ ഉപയോഗിച്ച് എല്ലാ കാലാവസ്ഥയിലും പകലും രാത്രിയും ഭൂമിയുടെ ഉയർന്ന റെസൊല്യൂഷൻ ചിത്രങ്ങൾ പകർത്താൻ ശേഷിയുള്ള ഒരു ഭൂനിരീക്ഷണ ഉപഗ്രഹമാണ്. ISROയുടെ ഔദ്യോഗിക പ്രസ്താവന അനുസരിച്ച് PSLV-C61 റോക്കറ്റിന്റെ ആദ്യ 2 ഘട്ടങ്ങൾ പ്രതീക്ഷിച്ച പോലെ പ്രവർത്തിച്ചു. എന്നാൽ മൂന്നാം ഘട്ടത്തിൽ ഒരു സാങ്കേതിക പ്രശ്നമുണ്ടായതിനാൽ ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിൽ എത്തിക്കാനും കഴിഞ്ഞിട്ടില്ല. മൂന്നാം ഘട്ട മോട്ടോർ ശരിയായി പ്രവർത്തിച്ചെങ്കിലും അതിന്റെ പ്രവർത്തനത്തിനിടെ ഒരു അനോമലി ഉണ്ടായി. ഇതുമൂലം മിഷൻ പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. വിശദമായ വിശകലനത്തിന് ശേഷം ഞങ്ങൾ തിരിച്ചുവരും, ISRO ചെയർമാൻ ഡോക്ടർ V. നാരായണൻ പറഞ്ഞു. Subscribe to One India and never miss an update.